നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം, മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ഒരു പ്രമുഖ യൂട്യൂബ് റിവ്യൂവർക്ക് കിട്ടിയ കോപ്പിറൈറ്റ് സ്ട്രൈക്കും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസത്തിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ആ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അണിയറ പ്രവർത്തകർ ആ സിനിമയെ പറ്റി ഒരുപാട് നല്ലത് പറയും. അവരുടെ സംസാരം വളരെ മാന്യമായിരിക്കും. ഭൂരിഭാഗം ആളുകളും ഈ സംസാരം കേട്ട് തന്റെ മനസ്സിനെ അതേ രീതിയിൽ പാകപ്പെടുത്തും. അണിയറ പ്രവർത്തകരുടെ സംസാരം വളരെ ജനാധിപത്യപരമായിരിക്കും. ചില ആളുകൾ ഇത്രയും പറഞ്ഞിട്ട് സിനിമ മോശമാണെന്ന അഭിപ്രായം വന്നാൽ അത് കൂടുതൽ പറഞ്ഞു കുളമാക്കാതെ തങ്ങൾ പറഞ്ഞ ജനാധിപത്യപരമായ വാക്കിൽ ഉറച്ചു നിൽക്കും. കുറവുകൾ ഉണ്ടെങ്കിൽ അടുത്ത സിനിമയിൽ പരിഹരിക്കാം എന്ന് ചിന്തിക്കും. വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുകയും സ്വയം വിമർശനത്തിന് വിധേയനാകുകയും ചെയ്യും. അങ്ങനെയുള്ളവരെ അപ്ഡേറ്റ് ആയ വ്യക്തി എന്ന് വിളിക്കാം. എന്നാൽ മറ്റു ചില ആളുകൾ പ്രമോഷൻ സമയത്ത് പറഞ്ഞ ജനാധിപത്യപരമായ കാര്യങ്ങളെല്ലാം മറന്ന് വ്യക്തിപരമായും സത്യസന്ധമായും തങ്ങളുടെ അഭിപ്രായം തുറന്നു പറഞ്ഞ ഒരു വ്യക്തിയെ അങ്ങോട്ട് കടന്ന് ആക്രമിക്കും. അത്തരത്തിലുള്ള ആളുകൾക്ക് തനിക്ക് നേരെ വരുന്ന വിമർശനങ്ങളെ നേരിടാനുള്ള കരുത്തുണ്ടാകില്ല. ഇത്തരത്തിലുള്ള ആളുകൾ എല്ലാ മേഖലയിലുമുണ്ട്. ടർബോ എന്ന മമ്മൂട്ടി ചിത്രം ഇറങ്ങിയ ശേഷം അതിനെപ്പറ്റി ഒരുപാട് അഭിപ്രായ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട്. തിയേറ്റർ റെസ്പോൺസ് എന്റെ തമ്മിൽ കൊടുത്തു വരുന്ന അഭിപ്രായങ്ങളും ഉണ്ട്. ഓരോരുത്തരും അവരുടെ വ്യക്തിപരമായ രീതിയിൽ വീഡിയോസ് ചെയ്യുന്നവരുണ്ട്. അത്തരത്തിൽ സ്ഥിരമായി റിവ്യൂ ചെയ്യുന്ന അശ്വന്ത് ഗോക്ക് ഇതിന്റെ അഭിപ്രായം തന്റേതായിട്ടുള്ള രീതിയിൽ വീഡിയോ ആയി ചെയ്ത് പോസ്റ്റ് ചെയ്തു. പിറ്റേ ദിവസം അദ്ദേഹം കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നു. തംബ്നെയിലിൽ ഉപയോഗിച്ച ഇമേജ് ടർബോ സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്റർ ആയിരുന്നുവെന്നും കോപ്പിറൈറ്റ് നിയമലംഘനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് നീക്കം ചെയ്യുന്നുവെന്ന് അറിയിച്ചുകൊണ്ട് അശ്വന്തിന് വന്ന ഒരു ഇമെയില് സ്ക്രീൻഷോട്ട് എടുത്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടായിരുന്നു ആ പോസ്റ്റ്. അതിൽ അശ്വന്ത് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ തന്നെ അദ്ദേഹത്തിന്റെ നിലവാരത്തെ സൂചിപ്പിക്കുന്നു. ഇക്കാര്യത്തിൽ അശ്വന്തിന്റെ ഭാഗത്താണ് ശരിയെന്ന് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇദ്ദേഹത്തിന്റെ റിവ്യൂവിൽ ഇദ്ദേഹത്തിന്റെ ചില ശൈലികളും ആളുകളെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതോടും എനിക്ക് വിയോജിപ്പാണ്. ഈ മെയിൽ വന്നിരിക്കുന്നത് മമ്മൂട്ടി കമ്പനി റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇത് അദ്ദേഹത്തിന്റെ അറിവോടെയാണ് നടന്നത് എന്നതിന് തെളിവൊന്നുമില്ല. അദ്ദേഹം ഇതിന്റെ തലപ്പത്തിരിക്കുന്നത് കൊണ്ടും കമ്പനി മൂലമുണ്ടാവുന്ന ഉത്തരവാദിത്തം മൊത്തം ഏറ്റെടുക്കുന്ന വ്യക്തിയായതുകൊണ്ടും ഇതിൽ എല്ലാവരും അദ്ദേഹത്തെ മാത്രമേ പഴിച്ചാരൂ. ഇതിനെ തുടർന്ന് ചില മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകർ എന്ന് സ്വയം അവകാശപ്പെടുന്നവരും ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ മുഴുവനും പുച്ഛിച്ചു തള്ളേണ്ടവയാണ്. അവർ ഇതിനെ സമീപിക്കുന്നത് തികച്ചും വ്യക്തിപരമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലോ മതത്തിന്റെ അടിസ്ഥാനത്തിലോ ആണ്. ചില ആളുകൾ ഇതിലേക്ക് മോഹൻലാലിനെ വഴിച്ചിരിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഒരുപാട് നെഗറ്റീവ് കിട്ടിയിട്ടും ലാലേട്ടന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടോ? അത് ഒരുപക്ഷെ ചരിത്രം മറന്നതുകൊണ്ടാവാം. മരക്കാറും ആറാട്ടും ചരിത്രത്തിലുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിനോട് എനിക്ക് തികച്ചും വിയോജിപ്പാണ്.